ഹായ് ഹലോ. വൈകുന്നേരമായിട്ട് എൻ്റെ കൂട്ടുകാരെന്താ പരിപാടി? ഞാൻ ഒരു ഓമയ്ക്ക ഇട്ടിരുന്നപ്പോൾ അപ്പം നന്നായിട്ട് പഴുത്തു. പക്ഷെ എൻ്റെ കളർ കണ്ട് കൂട്ടുകാരുണ്ടോ? എന്തൊരു ചുമപ്പാന്ന് നോക്കിയേ. നല്ല ടേസ്റ്റ്. നമ്മളില്ലേ നാട്ടിലൊക്കെ നമ്മുടെ എന്താ പറയുന്നത്, ഈ ഓമയ്ക്ക മരത്തിൽ നമ്മൾ പറിച്ചെടുക്കത്തില്ലേ, അതേപോലത്തെ ഒരു കളറ്. അതിന് ചുമ്മാതെ ഇത് കട്ട് ചെയ്തപ്പം ഇതിൻ്റെ ഈ കളർ കണ്ടപ്പം എന്താ പറയുന്നത്, എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാൻ തേച്ചു. പക്ഷെ ഓമയ്ക്ക കഴിക്കുന്ന ഏറ്റവും നല്ലതല്ലേ. ഞാൻ കുറച്ച് ടയർഡായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് തോന്നുന്നില്ലേ, എനിക്ക് ചെവി വേദന, അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്താ പറയണേ, ഇവിടുന്ന് ഇങ്ങനെ വേദനയാണ്. ഈ ചെവി വേദന വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തല ഇങ്ങനെ മൊത്തത്തിൽ വേദന, അതുകൊണ്ടൊരു സങ്കടം. അപ്പം ഞാനതെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തേ ഇല്ല ഇന്ന്. അപ്പോൾ വെറുതെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഒരു ഓമയ്ക്ക ഉണ്ടപ്പോൾ അത് മുറിച്ച് ഒരു പീസ് കഴിക്കാമെന്ന് വിചാരിച്ച്. ചെവി വേദന ആയതുകൊണ്ട് സംസാരിക്കാൻ വയ്യാതിയ. ഇവിടെ നിങ്ങളുടെ തലയിലോട്ടും വേദനയാണ്, എന്താണെന്നറിയത്തില്ല. ഇപ്പം വൈകിട്ട് ഡോക്ടറിന് പോകണം. അതിന് കൂട്ടുകാർക്ക് ചായ കുടിച്ചോ? ചുമ്മാ വെറുതെ ഒന്ന് കുശലം പറയാൻ വന്ന കേട്ടോ, നിങ്ങൾ എന്നെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഓമയ്ക്ക. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരം. എൻ്റെ കൂട്ടുകാർക്ക് ഓമയ്ക്ക ഇഷ്ടമാണോ? ഓമയ്ക്ക ഡയറ്റിന് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കേട്ടോ. ഓമയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഡയറ്റിന് നല്ലതാന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, എല്ലാത്തിനും ഓമയ്ക്ക നല്ല. അതിൻ്റെ ഒരു ഈ കളർ ഉണ്ട്. അപ്പം ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ കിട്ടും. അതിന് കൂട്ടാർക്ക് അറിയാം. അപ്പൂസ് ചിരിയുന്നു. അപ്പൂസ് എന്നാ ദിവസം എന്നാൽ എനിക്ക് പപ്പായ മേടിച്ച അമ്മ എനിക്ക് ഈ കളർ വരാനെന്ന് അപ്പൂസ് പറയും. അപ്പൂസിന് എപ്പോഴും ഒരു സങ്കടം എന്തോന്ന് അറിയാമോ? അപ്പൂസിന് വെളുപ്പില്ല. ഞാൻ വെളുക്കാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൂസ് ഭയങ്കര ചോദ്യം ചെയ്തു. അപ്പം ഞാൻ അപ്പൂസിനെ പറയാം, പപ്പായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കളർ വെക്കും, അതുകൊണ്ട് പപ്പായ ക്യാരറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് പറയും. ഓക്കെ, അപ്പം വെറുതെ കൂട്ടുകാരോട് കുറിച്ചെല്ലാം പറഞ്ഞതേ ഉള്ളൂ. അപ്പം എനിക്കൊന്ന് ആശുപത്രി പോകണം. 7 മണിക്കാണ് ഡോക്ടർ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പം 7 o'clock വരുന്നതെന്ന് പറഞ്ഞു. അപ്പം 7 മണി വരെ ഈ വേദന ഇങ്ങനെ സഹിച്ചിട്ടിരിക്കണം. അപ്പം വൈകുന്നേരത്തെ വിശേഷം ഇതാ കേട്ടോ. ഈ പപ്പായ 2 ദിവസം കഴിക്കട്ട്, അത് കഴിഞ്ഞൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.